ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒറ്റ മൈൻഡിലൊരു ട്രിപ്പ്. അത് ഗൈസ്, പണി കഴിഞ്ഞ് വന്നാൽ ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്കാലോ എന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കാത്ത ആൾക്കാരാണ് നമ്മളെ കൂട്ടത്തിലുള്ളത്. അങ്ങനെ നമ്മൾ നട്ടപ്പാതിരാത്രിക്ക് ഒറ്റ മൈൻഡിലൊരു ട്രിപ്പ് അങ്ങോട്ട് പോവാൻ വിചാരിച്ചു. എങ്ങോട്ടൊക്കെയാണ് പോവാന്ന് വെച്ചാൽ വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് നമുക്ക് ചുരം കയറിയിട്ട് വയനാട് ബോർഡർ കിടക്കാം, എന്നിട്ട് അവിടെ നിന്ന് തീരുമാനിക്കാന്നാണ്. അങ്ങനെ പ്ലാൻ ഇട്ടിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. 3 വണ്ടി എടുത്തിട്ടാട്ടോ നമ്മൾ പോകുന്നത്. ഒരു 12-12:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ആദ്യം നമ്മൾ 3 വണ്ടിയിലും ഫുൾ ടാങ്ക് തന്നെ അടിച്ച്. ഇന്റെ വണ്ടി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗൈസ് ദൂരൊക്കെ പോകുന്നത്. ഞാൻ വണ്ടി അടിച്ചിട്ട് അതിന് മാത്രം ഒന്നും ആയിട്ടില്ലേനു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ദൂരേക്ക് ഇങ്ങനെ പോകുന്നത്. പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യം തന്നെ 3 കൂട്ടരും, അതായത് ഇമ്മ മുന്നിൽ പോയിട്ട് ഉമ്മൻ്റെ വൈത്താല നമ്മൾ പോയിട്ട് ഉമ്മ വഴി തെറ്റിച്ച് ഫുള്ള് കോമഡി ആയിരുന്നു. എന്നിട്ട് നമ്മൾ വേറെ വഴിക്ക് പോയി, ഉമ്മ വേറെ വഴിക്ക് പോയി. അവസാനം എന്തൊക്കെയൊക്കെ കാട്ടി പിന്നെ നമ്മൾ ഒരു കുന്നമംഗലം ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ 3 കൂടി ഒരുമിച്ച് കൂടി. പോകുന്ന വഴിക്ക് നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു തട്ടുകടയിൽ നിർത്തിയിട്ട് അവിടുത്തെ ഓരോരോ ലംഘങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഒരു ചേച്ചി ഒറ്റക്ക് നടത്തായിരുന്നു കേട്ടോ ആ ഒരു തട്ടുകട. നമുക്ക് ഇത്രയും ആൾക്കാർക്ക് ചേച്ചി ഇങ്ങനെ ഒറ്റക്ക് ദോശയൊക്കെ ചുട്ട് അത് ഇതാക്കി എത്തണ്ടേ. അപ്പം പിന്നെ നമ്മൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ്, കാരണം നമുക്ക് തിരക്കില്ല, നമുക്കും തിരക്കില്ല, അവർക്കും തിരക്കില്ല. അപ്പം നമ്മൾ വെല്ലൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ദോശയൊക്കെ ചുട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അന്നേരത്തെ ആ ഒരു ഇത്. പിന്നെ ചേച്ചിയുടെ ലൈഫ് സ്റ്റോറി ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഒറ്റക്ക് എന്താ പറയുക, അങ്ങനെ ഒരു കട നടത്താനുള്ള റീസണൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര എന്തോ സങ്കടം തോന്നി. പിന്നെ ഇങ്ങനെ ചേച്ചി ദോശയൊക്കെ ചുടുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു പൂതി ദോശ ചുടാൻ. ഞാൻ ചുട്ടില്ല കേട്ടോ, എനിക്ക് എന്തോ പോലെ. അപ്പം മൂത്ത ദോശ ഇങ്ങനെ കല്ലിലൊക്കെ ഒഴിച്ച് ഇതാക്കി നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റേമി വന്നിട്ട് അത് മറിച്ചിട്ട് നമ്മൾ ഫുള്ള് വൈബ് ചെയ്യും. പക്ഷേ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്തൊക്കെയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നിങ്ങൾ എൻ്റെ വോയിസ് മാത്രമേ കേട്ടാൽ മതി. റേമി ഇതാ അങ്ങനെ മൂച്ചനോട് ഞാൻ ആക്കാന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ മെയിനായിട്ട് പോയിട്ട് ആ ദോശ വേവാണ്ട് മറിച്ചിട്ട് എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടിക്കണം. അങ്ങനെ പിന്നെ എന്താ മൂത്തൊക്കെ ഭയങ്കര വയലൻ്റ് ആയപ്പോൾ പിന്നെ ഓർക്ക് തിന്നാനുള്ള കൊടുത്ത് കണ്ട് ഓരോ ഞാൻ പറഞ്ഞു വിട്ടാങ്ങി, അല്ലാണ്ട് ശരിയാവില്ല. അങ്ങനെ ഇതാ ഓർക്ക് തിന്നാനുള്ള കിട്ടിയപ്പോൾ ഓരോ ഇതവിടെ ഇങ്ങനെ ഇരുന്ന് തിന്നാണ്. പൂളയും അതേപോലെ തന്നെ ദോശ ഒരു പ്ലേറ്റ് വേറെ വാങ്ങി, കൂടാണ്ട് പൂളയും മത്തിക്കറി. തോന്നുന്നു എനിക്ക് ഈ മത്തിക്കറി ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ അവരൊക്കെ പറയുന്നുണ്ട് മത്തിക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അതൊന്നും കൂട്ടലില്ല. അങ്ങനെ പിന്നെ മൂത്ത് എനിക്കൊരു പിടിയൊക്കെ തൊള്ളയിലിട്ടൊന്ന് തിന്നൊക്കെ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊള്ളയിലൊക്കെ ഇട്ട് തിന്ന്. പിന്നെ ഞാനും തിന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ശരിക്കും അതിൻ്റെ വീഡിയോ ഓണാക്കാൻ വേണ്ടി മറന്നുപോയി. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ പാത്രത്തിൽ 2 ക്രിസ്മലിനും മാത്രമാക്കി. അപ്പം ഞാൻ അതെടുത്തോണ്ട് വന്ന് ഞാനും പൊന്നും കൂടി അത് കഴിച്ചു. അങ്ങനെ അതാ ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന വഴിക്ക് ഒടുങ്ങാങ്കാട് പള്ളിയിൽ പൈസ ഇട്ട് കണ്ടിട്ട് നമ്മൾ പോയി. പിന്നെ നമ്മൾ നേരെ ചുരമൊക്കെ കയറി. ചെറുപ്പിനെ ഒന്നാമത് ഇങ്ങനെ വണ്ടി ഓട്ടുന്നതുകൊണ്ട് വീഡിയോസൊന്നും ഓവർ എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രി നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനോണ്ട് അങ്ങനെ വരുന്ന വയ്ക്കുള്ള ക്ലിപ്സുകളൊന്നും അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വയനാടിൻ്റെ ആ ഒരു ബോർഡർ ഇങ്ങോട്ട് 2 അടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ള അവിടെ തന്നെ നമ്മൾ വണ്ടി നിർത്തി. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയതിന് ശേഷം പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വണ്ടി സൈഡാക്കി വണ്ടി നിർത്തി വിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് ഉമ്മക്കും മൂത്തൊക്കെ ഇരിക്കാൻ പറ്റിയ 2 കസാല തന്നെ അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. പിന്നാണെങ്കിൽ നമ്മളൊക്കെ നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടിമേൽ ഇങ്ങനെ ഇരുന്ന് വരാന്ന് പറയണത് ചുരമൊക്കെ അങ്ങനെ കയറുമ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോണ്ട് ഇവരൊക്കെ ഉണ്ട് തലങ്ങും വിലങ്ങിയിരുന്നു കണ്ട് മൂത്ത, പിന്നെ നെസ്താത്ത, റെമി, ഇവരൊക്കെ ഉണ്ട് എൻ്റെ വിഷു വ്ളോഗ് കാണുന്നത്. ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ വിഷു വ്ളോഗ്. അപ്പോൾ അത് അപ്ലോഡ് ആയപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇരുന്ന് കാണുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ചായ കുടിക്കുക, എന്നിട്ട് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചായവാല എന്ന് പറഞ്ഞ ഷോപ്പിലേക്കായിട്ടോ പോയിട്ടുണ്ടായിരുന്നു. വയനാട്ടിലേക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരം കയറി കഴിഞ്ഞിട്ട് വയനാടിൻ്റെ ബോർഡർ കഴിഞ്ഞ പാട് 2 മിനിറ്റ് മുന്നോട്ട് പോയാൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് ചായവാല എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത്. അവിടുത്തെ ചായ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളവിടെ എത്തിയപ്പം ഒരു 3 മണി എങ്ങാണ്ട് ആയിണ്ടാവും, 3-3:30 ആയിണ്ടാവും കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ 24 hours-ആണ് കേട്ടോ ആ ഒരു ഷോപ്പ് വരുന്നത്. അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം, അതായത് ഞാനും നെസ്താത്തൊക്കെ വേഗം വലിയ കസേരയിൽ അങ്ങോട്ട് കയറി കുത്തിരുന്നു. ഇമ്മയും മുത്തൊക്കെ അതുമ്പോൾ കയറാൻ പേടിയായിട്ട് സൈഡിലുള്ള ചെറിയ ടേബിൾ സെറ്റിൽ അവിടെ പോയിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മളൊരു ചായ നോറാക്കിട്ടോ, കാരണം നമ്മളെ ഉറക്കം പമ്പ് അടക്കണം. പിന്നെ ഈ ഒരു ചായ കുടിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് സ്മോൾ ആയിട്ട് എടുത്തു തന്നെ ഞാൻ അവളോട് പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുത്തരോ
ചോദിച്ചാൽ പൊളിങ്ങി എടുത്തന്നാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ റെമി മാമനൊക്കെ ആ പയം നിറച്ചത് ഇങ്ങനെ വാങ്ങി കഴിക്കണ്ടോ. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, പയം കൊണ്ടുള്ള ഒരു സാധനം എനിക്ക് ഇഷ്ടമല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഓളിതാ നമ്മളെ ഈ ഒരു ചോക്ലേറ്റ് കോഫിലി അത് വാങ്ങിട്ടോ. അത് സംഭവം കുടിച്ചു നോക്കിയപ്പോൾ കിട്ടിയില്ല സാധനം കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ചായനും കാട്ടി ഇഷ്ടമല്ല അതാട്ടോ. പിന്നെ എന്റെ ആക്ഷൻ ഒന്നും കണ്ടാരും തെറ്റിദ്ധരിക്കണം കേട്ടോ. ഞാൻ ഓവർ സ്മാർട്ട് ആക്കിയ നല്ല ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. പക്ഷെ മോളാണെന്നുണ്ടെങ്കിൽ ഒക്കെ കൊടുക്കാണ്ട് കുടിച്ചതിലുള്ള ആ ഒരു സങ്കടം പറയുന്നു. പിന്നെ നമ്മളവിടുത്തെ ഓരോ സാധനം ഓരോന്ന് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഷെയർ ഇട്ട് കുടിക്കേണ്ട ചെയ്തിരുന്നത്. പക്ഷെ ഉമ്മനെയും മുത്തിനെയും പൈക്ക് കണ്ടിട്ടില്ല കേട്ടോ. ഓർക്ക് അവിടെ പൈ നിറച്ചതും ചായയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ ഓരവിടെ ഇരുന്ന് കാട്ട് കഥ പറയും. പിന്നെ ഓരോ വക സെൽഫി എടുക്കലും പിന്നെ ഈ ഇമ്മമാരെയും മുത്തമാരൊക്കെ ഇങ്ങനെ സെൽഫി എടുക്കണമൊക്കെ ഒരു പ്രത്യേകത ആണല്ലോ. കാണുമ്പോൾ തന്നെ ചിരി വരും. ഞാൻ പിന്നെ ആ ചോക്ലേറ്റ് കോഫി പിന്നെ കുറച്ച് എൻ്റെ ചായയിലേക്ക് ഒഴിച്ച് കണ്ട് മിക്സ് ആക്കിയിട്ട് കുടിച്ചിട്ടോ. അതും നല്ല കിട്ടിലും ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈമ് വാങ്ങി. ലൈമ് വാങ്ങിയപ്പോഴോ തണുപ്പ് കുറവ് കഴിഞ്ഞു, മധുരം കുറവ് കഴിഞ്ഞു. പക്ഷെ ഷുഗർ ഉള്ളവർക്കൊക്കെ ബെസ്റ്റാട്ടോ. അങ്ങനെയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കുടിച്ചു. പക്ഷെ അതിങ്ങനെ കുടിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നേര് തണുപ്പിലും ഇതൊക്കെ ഇങ്ങനെ വലിച്ചു കുടിക്കുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മോമോസ് ഓർഡർ ആക്കി കേട്ടോ. സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരിങ്ങനെ കച്ചറൊക്കെ കൂടിയിരുന്നു. ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഷസമോളെ കാര്യമാണ് കേട്ടോ. ഭയങ്കര ദേഷ്യം പിടിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. മോമോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് വേഗം മുഖത്തൊക്കെ ഇരുന്നോടത്തൊക്കെ പാഞ്ഞു വന്നിട്ടോ. ഞാൻ വീഡിയോ എടുത്തും കൂടി തിന്നപ്പോഴത്തേക്ക് റെമി ഒക്കെ എടുത്ത് തിന്നാൻ വേണ്ടി തുടങ്ങിക്കണം. നല്ല പതക്കണുണ്ടായിരുന്നു. ഒക്കെ തൊള്ളയിലേക്ക് ഇടാൻ പറ്റില്ല. എന്നാലും ഓൾ ആക്രമണത്തിന് ഒറ്റ കുറവ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അത് ഷെയർ ഇട്ട് തിന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഷസമോള് മൂസ് തിന്നുന്നില്ല. ഓക്ക് വേറെ തന്നെ വേണം. അങ്ങനെ പിന്നെ ഓക്ക് വേണ്ടി നമ്മൾ നെഗറ്റ്സ് ഓർഡർ ആക്കി. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനോട് തരുന്ന പോരില്ലേനു കേട്ടോ. അങ്ങനെ അവസാനം എന്തൊക്കെയോ കച്ചറ കൂടി അപ്പോൾ ഒന്ന് തന്ന്. ആ ഒന്നിങ്ങനെ തന്നതാണെങ്കിൽ വീഡിയോ എടുക്കാനും വിട്ടു. പിന്നെ അവിടെ നല്ലൊരു പൂച്ചൻ്റെ ഉണ്ടോ. ഈ റെമിക്ക് പൂച്ചനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ പിന്നെ ഒരു നെഗറ്റ്സ് ആ പൂച്ചക്ക് കൊടുത്തിട്ടോ. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പമ്പ്. ആ പമ്പിൽ പോയിട്ട് പിന്നെ നമ്മൾ അവിടെ ആരും ഇല്ല കേട്ടോ പമ്പിൽ. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് നല്ല ഡാൻസും ഒക്കെ ആയിട്ട് കുറച്ച് ജഗബൊക്കെ ആയിട്ട് അവിടെ നിന്ന് കുറച്ച് വൈബാക്കിയതിന് ശേഷം അവിടുത്തെ ക്ലിപ്സും കാര്യങ്ങളൊന്നും എനിക്ക് ഓവർ എടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ഫോൾ ചാർജിലുണ്ട്. അവിടെ കുറച്ച് നേരം കുത്തി. അപ്പം നമ്മൾ പോകാനായപ്പോൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴുള്ള രംഗമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നല്ല തണുപ്പായിട്ട് മഞ്ഞായിട്ട് വണ്ടിക്ക് ഇങ്ങനെ നനഞ്ഞു കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ 8 9 മറ്റേ ചുരത്തുമ്മൽ പോയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്. അപ്പം നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ട് ആ വണ്ടീൻ്റെ ഫ്ലാഷിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം താഴത്തേക്കൊക്കെ നോക്കി. പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും അങ്ങനെ അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത്. അപ്പം ഇതുപോലെയുള്ള ബസ്സുകളൊക്കെ ഇങ്ങനെ ചുരം കയറി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാനും. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു 4ാമത്തെ ചുരം തോന്നുന്നുണ്ട്. 4ാമത്തെ ചുരത്തിലുള്ള ഇങ്ങനെ തോനെ കടകളൊക്കെ ഉള്ളത് അവിടെ നമ്മൾ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ കുറേ ടൈമായാലും നമ്മൾ പമ്പിലൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ചായ കുടിക്കാൻ വിചാരിച്ചു. ഇതിപ്പോൾ തിന്നാനായിട്ട് പോയ പോലെ ആയിപ്പോയല്ലോ. നമ്മുടെ ഷോപ്പിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാഗിയൊക്കെ ഇങ്ങനെ അവർ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തൊക്കെ തരും. പിന്നെ ഇങ്ങനെ ചോക്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെയിനായിട്ട് നമ്മൾ ചായ കുടിക്കണം എന്നാണ് വിചാരിച്ചത്. ഓടെ തിന്നണമെന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഗ്രീൻ പീസ് ഇങ്ങനെ വാങ്ങിയിട്ട് 2 വാങ്ങിയിട്ട് നമ്മളെല്ലാവരും കൂടിയും ഇതാക്കി അങ്ങനെ തിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസ്. അപ്പം തന്നെ ലൈവായിട്ട് അവരുണ്ടാക്കി തന്നാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ലൊക്കേഷൻ ഇട്ട് പോകാൻ തുടങ്ങി. എന്തിനാണെന്നറിയോ, നമ്മൾ മർക്കസ് നോളജിസ്റ്റ് എന്തേലും പഠിച്ചാലേ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് വളഞ്ഞില്ല. മർക്കസ് നോളജ് സിറ്റിയിലേക്ക്, നോളജ് സിറ്റി അങ്ങനെയാണ് കേട്ടോ. നോളജ് സിറ്റിയിലേക്ക് നമ്മൾ പോവാന്ന് വിചാരിച്ചു. ഇവിടെ പോകുന്ന കാര്യം നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഇവിടെ വന്നതിന് ശേഷം എന്താന്ന് നോക്കിയിട്ട് പോവാന്ന് തീരുമാനിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ സമയമുള്ളത് കാരണം നമ്മൾ പോവാന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഏകദേശം വെളിച്ചം വെക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ മനുഷ്യനെ പോലും കാണുന്നില്ല കേട്ടോ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്ക്. ഞാനുണ്ടല്ലോ 8 9 10 പഠിച്ചിട്ടുണ്ടായിരുന്നത് കാരന്തൂർ മർക്കസിലാണ് കേട്ടോ. എന്നിട്ട് പോലും ഇങ്ങനെ ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ഉള്ളത് ഇങ്ങനെ അറിഞ്ഞിട്ടില്ലേനെ. അതേപോലെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു വീട് പോലെ ഇങ്ങനെ റിസോർട്ട് പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ ദർസിൽ പഠിക്കുന്നവർക്ക് നിൽക്കണമാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. 2 സൈഡിലും നല്ല ചെടികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എത്തി തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വ്യൂ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെളിച്ചമൊക്കെ വെക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് ഇതേനു കേട്ടോ. ഞാൻ കുറച്ചും കൂടി വെളിച്ചം വെച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കണ്ടോ ഈ വീഡിയോയിൽ ഈ റൈറ്റ് സൈഡിലൊക്കെ വരുന്നത് ഈ കടകളാണ്. ഇങ്ങനെ ഈ ജ്യൂസ്, അതായത് ഡ്രസ്സസ് അങ്ങനത്തൊക്കെ വരുന്നതിൻ്റെ കടകളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സെക്യൂരിറ്റീസൊക്കെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്
നിസ്കരിച്ചിട്ട് പോവാ വിചാരിക്കാൻ വേണ്ടി പോയപ്പം അവിടെ ഇങ്ങനെ 2-3 ആൾക്കാർ ഉണ്ടായിരുന്നു, അല്ലാണ്ട് പിന്നെ ആളൊന്നും കണ്ടില്ല. പിന്നെ വലിയ നല്ല ബാത്റൂം ആയിരുന്നു, നല്ല ക്ലീനും ഭയങ്കര നീറ്റാണ്. അതായത് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള, ഇനി നമ്മൾ ആ ഒരു സമയത്ത് പോയതാണോ അറിയില്ല, ഭയങ്കര കാം ആൻഡ് സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇതാ കണ്ടോ, കുറച്ചും കൂടി വെളിച്ച് വെച്ചപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഗേറ്റ് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഓൺ ആക്കില്ല തോന്നുന്നുണ്ട്. ഓൺ ആക്കൂല, പക്ഷേ ഓപ്പൺ ആക്കൂല തോന്നുന്നുണ്ട്. ഗേറ്റ് നല്ല നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, കാറ്റൊക്കെ വീശുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഇങ്ങനെ എനിക്ക് തോന്നുന്നു കൃഷികളൊക്കെ ഇങ്ങനെ പോലെയുള്ള അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടി ആളൊക്കെ വന്നിട്ട് വരണം എന്നുണ്ട് ഇൻഷാ അള്ളാ. ഇത് വരുന്നത് നമ്മുടെ എന്താ പറയുക, അടിവാരം. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കായിട്ട് റോഡുണ്ട്. അങ്ങനെ ആ റോഡിനാണ് ഇത് വരുന്നത്. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയി. അത് ഒടുങ്ങാങ്കാട് പള്ളിയിലേക്കാണ്. പോണ വഴിക്ക് നമ്മൾ അതായത് മുകളിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളവിടെ പൈസ ഇട്ടിട്ട് നമ്മൾ പോയിണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കയറാമെന്നാണെന്ന് വിചാരിച്ചത്. അങ്ങനെ അതാ തിരിച്ച് വന്നപ്പോൾ നമ്മളവിടെ കയറി കാലൊക്കെ കഴുകി നേരെ അതിൻ്റെ അകത്തേക്ക് കയറി നമ്മളെല്ലാവരും ഇരുന്ന് യാസീൻ ഓതി. ഒരു യാസീനൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ദുആ ഒക്കെ ചെയ്ത് പിന്നെ നമ്മളവിടെ പൈസ ഇട്ട് നർച്ചപ്പെട്ടിയിൽ പൈസ ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഫോട്ടോഷൂട്ട്, പണ്ടത്തെ ആൾക്കാർ എസ്തറ്റിക് ഫോട്ടോഷൂട്ട്. ഇത് മറ്റേ കല്യാണത്തിന് എന്താ പറയുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരുന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന പോലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അവരിരുന്ന് ഫോട്ടോ ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നല്ല ഇങ്ങനെ, അതായത് ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുമ്പോഴെങ്കിൽ നമ്മൾ രാവിലെ ആ ഒരു പൊലിച്ച സമയം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഇതാ ഒരു അമ്മയും കുട്ടിയെ തോന്നുന്നുണ്ട്. നല്ല കളി, നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ. കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം നമ്മളത് കണ്ടിങ്ങനെ നിന്നിട്ടോ. ഇവരങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ നാട്ടിലെത്തിയപ്പോൾ പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ എവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അയ്യോ പേരിക്ക് ഓർമ്മയില്ല, മായനാട്. അവിടെ ആ ഒരു ഭാഗത്തെത്തിയപ്പം നമ്മൾ നേരെ ചായ കുടിക്കാൻ കയറിയപ്പം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് നിന്നതിന് ശേഷമാണ് പിന്നെ നമുക്ക് സീറ്റ് കിട്ടുന്നത്. അപ്പം എൻ്റെ കണ്ണ് കണ്ട് നിങ്ങൾ ആര് വെക്കണോ ഉറക്കം നോക്കിയിട്ട് അങ്ങേ അറ്റത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വണ്ടി ഓട്ടുമ്പോൾ ഉറങ്ങൂല കേട്ടോ. അത് ഞാൻ ഇതിപ്പോൾ 2-3 ദിവസം ഞാൻ ഉറക്കം കഴിഞ്ഞിട്ട് വണ്ടി ഓട്ടാണെങ്കിലും എനിക്ക് വണ്ടി ഓട്ടുമ്പോൾ ഉറക്കം വരില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും പൂരിയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൂരിയും നല്ല ബാച്ചിക്കറിയും, നല്ല ചൂടുള്ള പൂരിയായിരുന്നേ. അങ്ങനെ അപ്പം പിന്നെ മാമന് ഇതുണ്ടല്ലോ, എന്താണ് ബീഫിൻ്റെ എന്താണ് വാരിയല്ലേ, അതിങ്ങനെ വാങ്ങി. അപ്പം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കണ്ടും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങി. അപ്പം നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഇമ്മ ഒന്നും ബീഫ് കൂട്ടില്ല, അപ്പം ഉമ്മ ഒന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മൾ നേരെ ഷസ്മോൾ ഉറങ്ങുന്നതിനെ കൊണ്ട് ഷസ്മോക്കുള്ളത് നമ്മൾ പൂരിയും ഈ വാരിയലിൻ്റെ ഈ ഒരു ഇതും കൂടി വാങ്ങിയിട്ട് നമ്മൾ പാഴ്സൽ വാങ്ങി ഷസ്മോക്ക് വീട്ടിൽ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും പിരിയാന്ന് വിചാരിച്ചു. എല്ലാവരും മീൻസ് നെസ്താത്തിയും മക്കളും ഓരോ വീട്ടിലേക്ക് പോയി. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ വരെയുള്ള വീഡിയോ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. വീട്ടിലത് അന്നേരത്തെ കുഴക്കൽ ഷൂട്ട് ചെയ്യാനുള്ള വിട്ടുപോയി. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഒറ്റ മൈൻഡിലുള്ള ഈ ട്രിപ്പ് ശരിക്കും ഇങ്ങനെ തിന്നാൻ വേണ്ടി ചുരം കയറി പോയപ്പോലെ ഉണ്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ശരിക്കും നമ്മൾ സത്യത്തിൽ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം അമ്പലത്തെ ആ ക്ലിപ്സ് ഒന്നും എനിക്ക് ഓവർ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതിനെ കൊണ്ട്. സോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ താങ്ക് യു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.